her sisters? I can't find them. Anna? Joy? I checked the entire house. They're not here. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവന്റെ പാതിയായ സ്വന്തം കുട്ടി പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായാൽ നിങ്ങൾ എന്തു ചെയ്യും? പോലീസും നിയമവും നോക്കുകുത്തികളാകുമ്പോൾ ഒരച്ഛൻ സ്വന്തം കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി എത്രത്തോളം താഴേക്ക് പോകാൻ തയ്യാറാകും? ഈ ഒരു ചോദ്യമാണ് ഡെനിസ് വിലനേവ് സംവിധാനം ചെയ്ത് പ്രിസണേഴ്സ് എന്ന സിനിമ നമ്മളോട് ചോദിക്കുന്നത്. വളരെ സന്തോഷത്തോടെ നടക്കുന്ന ഒരു താങ്ക്സ് ഗിവിംഗ് ഡിന്നറിനിടയിൽ നിന്നാണ് 2 കൊച്ചു പെൺകുട്ടികളെ കാണാതാകുന്നത്. കേസ് അന്വേഷിക്കാൻ വരുന്നത് ഒരിക്കൽ പോലും ഒരു കേസും തോറ്റിട്ടില്ലാത്ത ഡിറ്റക്റ്റീവ് ലോക്കിയാണ്. പക്ഷേ അന്വേഷണം എങ്ങും എത്താതെ വരുമ്പോൾ കുട്ടികളിൽ ഒരാളുടെ അച്ഛനായ കെല്ലർ ഡോവർ നിയമം കയ്യിലെടുക്കാൻ തീരുമാനിക്കുന്നു. അയാൾ സംശയിക്കുന്നയാളെ തട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നിടത്ത് നിന്നാണ് ശരിക്കും ഈ സിനിമയുടെ ഇരുണ്ട മുഖം നമ്മൾ കാണുന്നത്. സത്യത്തിൽ ആ കുട്ടികളെ ആരാണ് കൊണ്ടുപോയത്? സത്യം പറയണമല്ലോ, ഈ സിനിമ കണ്ടു തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഭാരം തോന്നും. ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇതിലെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. പടത്തിലുടനീളം പെയ്യുന്ന മഴയും സൂര്യപ്രകാശം കടന്നുവരാത്ത ആ ഒരു ഗ്രേ കളർ ടോണും നമ്മുടെ ഉള്ളിലും വലിയൊരു ശ്വാസമുട്ടലുണ്ടാക്കും. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ലെജൻഡറി ക്യാമറാമാനായ റോജർ ഡീക്കിൻസ് ആണ്. അതാണ് ഈ സിനിമയെ അത്രത്തോളം പെർഫെക്റ്റായ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആക്കുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയത് ഹ്യൂ ജാക്മൻ്റെ കരിയറിലെ തന്നെ ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിലെ അച്ഛൻ കഥാപാത്രമെന്നാണ്. സ്വന്തം കുട്ടി നഷ്ടപ്പെട്ട ഒരാളുടെ ദേഷ്യവും നിസ്സഹായതയും പുള്ളി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ലെവലാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ജേക്ക് ഗില്ലൻഹോൾ അവതരിപ്പിച്ച ഡിറ്റക്റ്റീവ് റോൾ. ആ കഥാപാത്രത്തിന് എപ്പോഴും കണ്ണ് ചെമ്മുന്ന ഒരു ബ്ലിങ്കിങ് ടിക്കുണ്ട്. അതൊന്നും ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ്. ജേക്ക് തന്നെ സ്വയം ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്നതാണ് ആ ഡീറ്റെയിൽ. Why'd you run away from me the other night, man? I've never seen you before. You sure you have the right house? You doing some shopping at the Value Mall lately? Yeah. പക്ഷേ ഇതൊരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി മാത്രമല്ല. ശരിക്കും മനുഷ്യനിലെ ധാർമ്മികതയെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ശരിയേത് തെറ്റേത് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ മുന്നോട്ട് പോകുന്നത്. ആർക്കൊക്കെ ഈ സിനിമ കാണാമെന്ന് ചോദിച്ചാൽ വളരെ ഡാർക്കായ സൈക്കോളജിക്കൽ സ്ലോ ബേൺ ത്രില്ലർ സിനിമകൾ ആസ്വദിക്കുന്നവർക്ക് ഇത് ധൈര്യമായി കാണാം. പക്ഷേ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആകുന്നവർ ഇതൊന്ന് സൂക്ഷിച്ച് കാണുന്നതാണ് നല്ലത്. കാരണം ഇതിലെ വയലൻസും ഇമോഷൻസും വളരെ റിയലാണ്. സോ പ്രിസണേഴ്സിന് എൻ്റെ റേറ്റിംഗ് ഒരു സ്ട്രോങ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ ആ അവസാനത്തെ വിസിൽ സീനിനെക്കുറിച്ച് നിങ്ങളുടെ തിയറികൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.